ഹലോ മക്കളെ, ഈ ഓണപരീക്ഷയ്ക്ക് വരാൻ പോകുന്ന നമ്മുടെ അക്കൗണ്ടൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ 100% ആയിട്ട് ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതാണ് ആ ചോദ്യം? ഇതിൽ കാണുന്നത് പോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. ആ ഡിഫറൻസ് ഒരു 4 ഡിഫറൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് പറയുന്നത് 2 അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ്. എവിടെ? ഫിക്സഡിൽ 2 അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ്. അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗിൽ എന്താണ് 1 എന്നല്ല കേട്ടോ. ആദ്യ സെന്റൻസ് എപ്പോഴും എന്തായാലും ഫിക്സഡ് ഉണ്ടായിരിക്കും, രണ്ടാമത്തെ എന്തിന്റെ ആയിരിക്കും? ഫ്ലക്ച്വേറ്റിംഗിന്റെ ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമെയിൻ സെയിം. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫിക്സഡ് എന്ന് പേര് പറയുന്നത് പോലെ തന്നെ എന്തായിരിക്കും? ക്യാപിറ്റൽ സെയിം ആയിരിക്കും എന്ന് പറയുന്നു. വേഴ്സസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിൽ ബി ഫ്ലക്ച്വേറ്റിംഗ്. ഫ്ലക്ച്വേറ്റിംഗ് അക്കൗണ്ടിൽ എന്തെങ്കിലും ഫ്ലക്ച്വേറ്റിംഗ് അല്ലെ, പേര് പോലെ തന്നെ അതിന് ഡിഫറൻസ്. മൂന്നാമതായിട്ട് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആർ മെയ്ഡ് ഇൻ ദ കറന്റ് അക്കൗണ്ട്. ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് മെത്തേഡിൽ കറന്റ് അക്കൗണ്ടിലാണ്. ഫ്ലക്ച്വേറ്റിംഗിൽ എവിടെയാണ്? ഫ്ലക്ച്വേറ്റിംഗ് തന്നെയാണ്. അറ്റ് ലാസ്റ്റ് എസ്പെഷ്യലി മെൻഷൻ ചെയ്യുന്ന ഡീഡിൽ. ഫിക്സഡ് ആണെങ്കിൽ ഡീഡിൽ മെൻഷൻ ചെയ്യണം, ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ഡീഡിൽ മെൻഷൻ ചെയ്യേണ്ടതില്ല. ഇത്രയും ഡിഫറൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഒരു 4 മാർക്സ് സെറ്റ് ആണ്. ഓക്കെ, ബൈ.